യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവെ നന്ദി, യേശുവെ മഹത്വം, യേശുവെ ആരാധന. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. നല്ല ഒരു ജീവിതം നമുക്ക് ലഭിച്ചതിനെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയാം. ഒരു നല്ല മാതാപിതാക്കളുടെ മകനായി മകളായി നമുക്ക് ജനം ലഭിച്ചതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ദൈവം നമ്മളെ അംഗഭംഗങ്ങളൊന്നുമില്ലാതെ സൃഷ്ടിച്ചതിനും ദൈവത്തിനോട് നമുക്ക് നന്ദി പറയാം. ഇനി നമുക്ക് നമ്മുടെ കണ്ണുകൾ തുറക്കാം. ഇന്നത്തെ സ്പീച്ച് ഇവിടെ പറയാൻ ഞാൻ വളരെ വേദനയോടെയാണ് ഇവിടെ നിൽക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, എൻ്റെ സങ്കടം എന്താണെന്ന് വെച്ചാൽ, ഈ അടുത്ത കാലത്ത് ദൈവത്തെങ്കിലേക്ക് തിരികെയും ദൈവ തിരുവചനങ്ങൾ പങ്കുവെക്കുകയൊക്കെ ചെയ്തു വരുന്ന വളരെ ചുരുക്കം സ്പീച്ചിലൂടെ മേരി മാതാ ഗ്രൂപ്പിൻ്റെ രോമാഞ്ചവും കണ്ണിലുങ്ങിയുമായ എവിസാറിന് ഈ ഗതി വന്നല്ലോ എന്ന് ഓർത്തിട്ടാണ്. ഞാനും ദൈവത്തിനോട് ചോദിച്ചു, ഇത്രയൊക്കെ നന്നായിട്ടും എന്തുകൊണ്ട് ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന്. മനസ്സിൽ നല്ല സങ്കടമുണ്ട്. എന്നാലും ദൈവമൊക്കെ ഇങ്ങനെ എന്നോട് ചെയ്യാമോ? നമ്മൾ പിന്നെയും കാണേണ്ടവരല്ലേ? എൻ്റെ ഏറ്റവും വലിയ ദുഃഖം എന്താണെന്ന് വെച്ചാൽ, വചനം പറയുന്ന സാറിന് ഇങ്ങനെയൊക്കെ പറ്റിയിട്ടും എൻ്റെ ഫാൻസ് അസോസിയേഷനിലെ ഒരു മെമ്പർ പോലും എനിക്ക് വേണ്ടി ഒരു ഹർത്താലോ ഒരു ധർണയോ പോട്ടെ ഒരു ദുഃഖാചരണം പോലും നടത്തിയിട്ടില്ല. എല്ലാ ദുഃഖങ്ങളും ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഒതുക്കിക്കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ അനുവാദത്തോടുകൂടി ഇന്നത്തെ സ്പീച്ച് ഞാൻ ആരംഭിക്കുന്നു. കഴിഞ്ഞ ജനുവരി മാസം നാട്ടിൽ പോകാൻ വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് എന്നും ചെയ്യുന്നത് പോലെ അന്നും ഞാൻ ഷട്ടിൽ കളിക്കാൻ പോയി. ജനുവരി 7-ാം തീയതിയാണ്. അന്നൊരു കറുത്ത രാത്രിയായിരുന്നു എനിക്ക്. കാരണം ആ രാത്രിയിൽ ഞാൻ തിരിച്ചറിഞ്ഞു, സിനിമയിൽ നേരിട്ടും മാത്രം കണ്ടിട്ടുള്ള ആ പ്ലാസ്റ്റർ എൻ്റെ കാലിലേക്ക് ഇടാൻ പോവുകയാണെന്ന്. ഞാൻ ഓർത്തു, പ്ലാസ്റ്റർ അല്ലേ എന്ന്. പക്ഷെ പിന്നീട് എന്നോട് പറഞ്ഞു, ഇനി നടക്കാൻ പാടില്ല എന്ന്. പെട്ടില്ലേ? അങ്ങനെ വലിയ വീഡിയോ ഒക്കെ കാണിച്ചുകൊണ്ട് നടന്ന ഞാൻ ഒരു പൂച്ചക്കുട്ടിയെ പോലെ ആ വീൽ ചെയറിലേക്ക് കയറിയിരുന്നു. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ വേണ്ടി ഒരാളുടെ സഹായം വേണം. ആ രാത്രി കൊണ്ട് ഞാൻ മനസ്സിലാക്കി ഒരാളുടെ ജീവിതത്തിൽ ഒരു കാലിൻ്റെ വില എന്താണെന്ന്. എവിടെയോ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവം പ്രതിസന്ധികൾ തരുമ്പോൾ അത് നമ്മളെ തളർത്താനല്ല, പകരം ആ പ്രതിസന്ധികൾ നമ്മളെ തരണം ചെയ്യുമ്പോൾ നമ്മൾ വളർന്ന് ഒരു പുതിയ മനുഷ്യനായി തീരുമെന്ന്. എൻ്റെ പ്രതിസന്ധികൾ തരണം ചെയ്യുവാൻ വേണ്ടിയാണ് ദൈവം എനിക്ക് 2 ഗാർഡിയൻ ഏഞ്ചൽസിനെ അയച്ചു തന്നു. ആ ഗാർഡിയൻ ഏഞ്ചൽസിൻ്റെ പേര് പറഞ്ഞ് അവരെ നാണം കെടുത്താൻ എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ എന്നെ തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും എന്നുള്ളത് കൊണ്ട് മാതാവ് ഉണ്ണീശയെ കൊണ്ടുപോകുന്ന പോലെ ഉള്ളം കയ്യിലാണ് അവർ എന്നെ കൊണ്ടു നടന്നത്. അവർ ചെയ്തു തന്ന സഹായത്തിന് എൻ്റെ കിഡ്നി ചോദിച്ചാൽ പോലും ഞാൻ അവർക്ക് കൊടുക്കും. പക്ഷേ ഒരു ഡോക്ടർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, കാക്കയുടെ കിഡ്നി വേണമെങ്കിലും മേടിച്ചു വെച്ചോ, പക്ഷേ ഒരിക്കലും തലയിൽ മുടിയില്ലാത്തവൻ്റെ കിഡ്നി മേടിച്ചു വെക്കരുത്, കാരണം ഉള്ള മുടി കൂടി പോകുമെന്ന്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു ട്രയൽസ് ഉണ്ട്, പരീക്ഷണ കാലമുട്ടുണ്ട്. അത് നമ്മൾ തന്നെ നേരിടണം. ഒരു തീച്ചൂളയിൽപ്പെട്ട് ചുട്ടെരിയുമ്പോഴാണ് നമ്മളൊരു പുതിയ മനുഷ്യനായി മാറുന്നത്. എനിക്ക് ഒരു കഥ ഓർമ്മ വരുന്നുണ്ട്. എനിക്ക് ചിരി വരുന്നുണ്ട്. ഒരു സീരിയസ് കഥയാണ്, നിങ്ങൾ ഒരിക്കലും ചിരിക്കരുത്. 11ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ ഇംഗ്ലീഷിൻ്റെ സ്റ്റാൻഡേർഡ് നല്ല സ്ട്രോങ് ആയതുകൊണ്ട് എനിക്ക് സ്കൂളിൽ ഒരു ട്യൂഷൻ ഉണ്ടായിരുന്നു. എൻ്റെ സ്റ്റാൻഡേർഡിൻ്റെ ലെവൽ വെച്ച് എന്നെ പഠിപ്പിക്കാൻ വന്ന ടീച്ചർ UKG പഠിപ്പിക്കുന്ന ടീച്ചറാണ്. ഞാൻ ഇരുന്ന് പഠിക്കുന്നത് UKG പിള്ളേരുടെ കൂടെയാണ്. അതായിരുന്നു എൻ്റെ സ്റ്റാൻഡേർഡ്. ടീച്ചർ ഡിക്റ്റേഷൻ പറയും ഡോക്ടർ എന്ന്. അതിൻ്റെ സ്പെല്ലിങ് നോക്കാൻ ഞാൻ UKG പഠിക്കുന്ന കുട്ടിയുടെ ബുക്കിലേക്ക് നോക്കും. ഡോക്ടറും
ഡോക്ടറും തമ്മിലുള്ള സ്പെല്ലിങ്ങിന്റെ വ്യത്യാസം പോലും അറിയില്ലാത്ത ആളായിരുന്നു അന്ന്. അന്ന് യു ആർ ഗുഡ് ഫോർ നത്തിങ് എന്നും പറഞ്ഞ് എന്നെ ടീച്ചേഴ്സ് കളിയാക്കിയിട്ടുണ്ട്. ദൈവത്തിന്റെ ഒരു വലിയ മഹത്വം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഇംഗ്ലീഷിൽ ഡോക്ടറേറ്റ് എടുത്ത് ഒമാനികളെ പഠിപ്പിക്കുന്ന, കോളേജിൽ വിട്ടു പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. ദൈവം വലിയവനാണ്. കാരണം എവിടെയെങ്കിലും കിടന്ന ഒരു എവീസനെ ഇത്രയും വലുതാക്കി. അങ്ങനെ ഒരു വേദനിക്കുന്ന ലക്ഷപ്രഭുവിനെ ഗാസയിൽ വേദനിക്കുന്ന ജനസമൂഹത്തിന് വേണ്ടി ഓർത്ത് വിങ്ങിപ്പൊട്ടുന്ന ഒരു കോടീശ്വരനാക്കി മാറ്റി. നിങ്ങളിപ്പോൾ പറയും, സാറ് തൃശ്ശൂരിൽ നിന്ന് കല്യാണം കഴിച്ചുകൊണ്ട് എപ്പോഴും തള്ളി തള്ളി മറിക്കുന്നതാണ്, യാതൊരു മാറ്റവും ഇല്ല. ചിലർ പറയും, തൃശ്ശൂർ എനിക്ക് വേണം, ഇത് ഞാനിങ്ങ് എടുക്കുവാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളെക്കാളും കഷ്ടമാണല്ലോ സാറേ എന്ന്. അതിലും വലിയ വലിയ കഥകളാണല്ലോ പടച്ചു വിടുന്നത് എന്ന്. എൻ്റെ കാലിന് പരിക്ക് പറ്റി പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഒറ്റക്കാലിൽ ഞാൻ വീട്ടിൽ നിന്ന് ചാടി ചാടി ഇറങ്ങി. അപ്പോൾ ദൈവം എനിക്ക് ഒരാളെ അയച്ചു തന്നു, നമ്മുടെ ക്രിസ്മസ് പാപ്പ. അദ്ദേഹം എൻ്റെ വീടിന് മുമ്പിൽ ക്രച്ചസുമായിട്ട് വന്ന് നിൽക്കുകയാണ്. അന്ന് ഞാൻ മനസ്സിലാക്കി, ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എനിക്ക് ചെറിയ ശിക്ഷ തന്നത്. കാരണം ദൈവം എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള രീതിയിൽ എല്ലാം ഒരുക്കിയിരിക്കുന്നു എന്ന്. എൻ്റെ കാലിന് പരിക്ക് പറ്റി എന്ന ന്യൂസ് ഇബ്രയിൽ നിന്ന് തൃശ്ശൂർ വരെ എത്തിയപ്പോഴേക്കും ആരൊക്കെയോ തള്ളി ഏവീസിന് കാലുകൾ നഷ്ടപ്പെട്ടു എന്ന് വരിയായി. ഈ ന്യൂസ് കേട്ടത് പാതി കേൾക്കാതെ പാതി സ്വന്തം ഭർത്താവിനെ വികലാംഗനായി കാണണമല്ലോ എന്നോർത്ത് സ്വന്തം ഭാര്യ പ്രഷർ കുറഞ്ഞു, അവർക്ക് വോമിറ്റിംഗ് ആയി. പിന്നീട് വിവരമുള്ള ഏതോ ആൾക്കാർ പറഞ്ഞു കൊടുത്തു, ഇത് കുറച്ചു കാലം പ്ലാസ്റ്റർ ഇട്ടാൽ മതി, ശരിയാവുമെന്ന്. അങ്ങനെ പരിക്ക് പറ്റി ഞാൻ 2 ദിവസം കഴിഞ്ഞ് 2 ഗാർഡിയൻ ഏഞ്ചൽസ് എന്നെ മസ്കറ്റ് എയർപോർട്ടിൽ കൊണ്ടുവിട്ടു. അങ്ങനെ ഞാൻ മസ്കറ്റ് എയർപോർട്ടിൽ നിന്നും ഫ്ലൈറ്റിൽ കയറി യാത്രയായി. ആ ഫ്ലൈറ്റിൽ ഇരുന്നപ്പോഴാണ് ഒരു കാലില്ലാത്തവന്റെ ബുദ്ധിമുട്ടുകൾ ഞാൻ മനസ്സിലാക്കിയത്. ആ ഫ്ലൈറ്റിൽ ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ, കർത്താവേ, ഒരു മുട്ടും തോന്നിക്കരുതേ എന്ന്. കാരണം 250 വരുന്ന ആൾക്കാരുടെ മുമ്പിൽ നിന്ന് ചാടി ചാടി വാഷ്റൂമിലേക്ക് പോകുന്ന രംഗം അതെനിക്ക് ചിന്തിക്കാനേ പാടില്ല. അന്ന് ഞാനൊരു തീരുമാനമെടുത്തു, ഇതുപോലെ ആരെങ്കിലും ക്രച്ചസിൽ നടക്കുന്ന കണ്ടാൽ അപ്പോൾ തന്നെ അവർക്കൊരു വീൽ ചെയർ മേടിച്ചു കൊടുക്കുമെന്ന്. നാട്ടിൽ ചെന്ന് ഇറങ്ങിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കാരണം എല്ലാ കാര്യങ്ങളും അവിടെ അഡ്വാൻസ്ഡ് ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓപ്പറേഷനൊക്കെ വളരെ സിമ്പിളായിരുന്നു. ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന ഉണ്ടായിരുന്നുള്ളൂ. ആ ഓപ്പറേഷൻ കഴിഞ്ഞ് ഉറുമ്പ് കടിയുടെ വേദന കാരണം രാത്രി 3 മണിക്കാണ് ഞാൻ കിടന്നുറങ്ങിയത്. എൻ്റെ ബൈസ്റ്റാൻഡറായ ഭാര്യ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വന്നിട്ടും, കാലിനൊക്കെ ഇങ്ങനെ വന്നിട്ടും നിങ്ങൾ മസ്കറ്റിലെ ഫ്രണ്ട്സായ കവിതയും സരളയും ഒന്നും കണ്ടില്ലല്ലോ, ഇപ്പൊ മനസ്സിലായില്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ശരിയാ, നീ വേണമെങ്കിൽ വീട്ടിൽ പൊക്കോളൂ. അപ്പോൾ ഭാര്യ ചോദിച്ചു, ഞാൻ വീട്ടിൽ പോയാൽ നിങ്ങൾ തനിച്ചാവൂലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, തൃശ്ശൂരുള്ള എൻ്റെ ഫ്രണ്ട്സായ മഞ്ജുവും സംഗീതയും വരാന്ന് പറഞ്ഞിട്ടുണ്ട്, നിന്നെ പേടിച്ച് ഇങ്ങോട്ടേക്ക് വരാത്തതാണ്. ഇത് കേട്ട ഭാര്യ എന്നെ വഴക്ക് പറഞ്ഞ് ഈ ജന്മം ഒന്നും നിങ്ങൾ നന്നാവില്ല എന്ന് പറഞ്ഞ് ആശംസിച്ചു. എന്നിട്ട് പുറത്തുപോയി. എന്തു ചെയ്യാനാ, നമ്മളെ ആണുങ്ങൾക്ക് സ്നേഹം എവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ അറിയാതെ അത് സ്വീകരിച്ചു പോകും. ചിലപ്പോൾ ഇത് പാരമ്പര്യമായിരിക്കാം. ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഹോസ്പിറ്റൽ ഓർമ്മകളിൽ ഒന്നാണിത്. എൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ നേഴ്സുമാർ മാസ്കും ഗ്ലൗസൊക്കെ ഇട്ട് മുഖം മറച്ച് റൂമിലേക്ക് കയറി വരും. എന്നിട്ട് എൻ്റെ മുഖത്തോട്ട് പോലും നോക്കാതെ ആദ്യം യൂറിൻ ബാഗിലേക്ക് നോക്കും. എന്നിട്ട് ആ മുണ്ടങ്ങ് മാറ്റിയിട്ട് എന്നോട് ചോദിക്കും, സുഖല്ലേ, വേദനയൊക്കെ ഉണ്ടോ? നമ്മൾ എന്തോ പറയാനാ, പിറന്ന ഉണ്ണീശയെ പോലെ നിസ്സഹായനായി ഒരു പുഞ്ചിരിയും വെച്ച് അവിടെ അങ്ങനെ കിടക്കും.
വർഷങ്ങളായി ആരും കാണാതെ സൂക്ഷിച്ചു വെച്ചിരുന്ന ആ രഹസ്യം റോട്ടിൽ കൂടി പോകുന്ന വഴിപോക്കൻ പോര് വന്ന് കണ്ടിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ജാഴിതയിലുണ്ടാകുന്ന ആ വൈക്ലഫ്യം ഉണ്ടല്ലോ, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇന്നത്തെ ആ ആമുഖം ഇത്തിരി നീണ്ടുപോയെന്ന് തോന്നുന്നു. കാരണം എൻ്റെ വേദന എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ഫാൻസ് അസോസിയേഷൻ മെമ്പേഴ്സിനെ അറിയിക്കണമെന്നുണ്ടായിരുന്നു. എൻ്റെ ഈ കാലിൻ്റെ ആക്സിഡന്റ് കൊണ്ട് എനിക്കൊരു ഗുണമുണ്ടായി. പിള്ളേര് മാത്രമായിരുന്നു എൻ്റെ ഫാൻസ് അസോസിയേഷൻ്റെ മെമ്പേഴ്സ്, ഇപ്പോൾ മുതിർന്നവരും കൂടി ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ എന്നെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കും, സാറേ കാലെങ്ങനെയുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കും, എൻ്റെ കാലോ പോയി, നിങ്ങളുടെ കാലം എനിക്ക് തരാമോ എന്ന്. അപ്പോൾ അവർ പറയുക, എൻ്റെ കാലം കൊള്ളില്ല എന്ന്. അന്ന് ഞാൻ മനസ്സിലാക്കി, നല്ല കാലവുമുണ്ട് ചീത്തക്കാലവുമുണ്ട്. ഒരു സന്തോഷ വാർത്തയുണ്ട്. എൻ്റെ ഭാര്യ ഭർത്താക്കന്മാർ അറിയാൻ എന്നുള്ള വീഡിയോയ്ക്ക് 500 വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അതിൽ 490 പ്രാവശ്യം കണ്ടത് എൻ്റെ ഫാനായ ഡോക്ടർ ഈസാണ്. അദ്ദേഹം എല്ലാ ദിവസവും മുടങ്ങാതെ ആ വീഡിയോ കോളേജിൽ നിന്ന് കാണും, ചിരിക്കും, ചിലപ്പോൾ ഇരുന്ന് പുളവും കൊള്ളും. എന്നിട്ട് എന്നെ വിളിച്ച് ചോദിക്കും, നിനക്കിത് എങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നു എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, 10-20 പേര് വരുന്ന ഓഡിയൻസിന് മുമ്പിൽ നിന്ന് ഇതൊക്കെ പറയണമെങ്കിൽ ഇത്തിരി ഗട്സ് വേണം. ആ ഗട്സിനേക്കാളും 10-20% കൂടുതലുള്ള ഗട്സ് ഉള്ള ഓഡിയൻസിൽ നിന്ന് ഒരാൾ എണീറ്റ് നിന്ന് എന്നോട് നിർത്ത് എന്ന് പറയുമ്പോൾ ഞാൻ ഈ പരിപാടി നിർത്തുമെന്ന്. ഇന്നത്തെ സ്പീച്ച് എനിക്ക് പറയാൻ ഇൻസ്പിറേഷൻ കിട്ടിയത് ഒരു സിനിമയിൽ നിന്നാണ്. ആ സിനിമയുടെ പേര് കൽബ്. ആ സിനിമയിൽ സ്വന്തം കാമുകി നഷ്ടപ്പെട്ട് കാമുകൻ ആ നഷ്ടദുഃഖത്തിൽ മരിക്കാൻ പോകുന്ന ആ മകനോട് അച്ഛൻ പറയുന്ന ഒരു ചോദ്യമുണ്ട്. മകനെ, അച്ഛനെയും അമ്മയെയും നഷ്ടപ്പെട്ട മകനെ അല്ലെങ്കിൽ മകളെ വിളിക്കാൻ ഒരു പേരുണ്ട്, അനാഥൻ. ഒരു ഭർത്താവിനെ നഷ്ടപ്പെട്ട ഭാര്യയെ വിളിക്കുന്ന ഒരു പേരുണ്ട്, വിഡോവർ. പക്ഷേ ഒരു മകനെ അല്ലെങ്കിൽ മകളെ പേരൻസിനെ വിളിക്കാൻ ഡിക്ഷണറിയിൽ ഒരു വേർഡും ഇല്ല എന്ന്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനയാണ്. ബൈബിളിൽ 20-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ സൂയിസൈഡ് ദൈവത്തോട് ചെയ്യുന്ന ഒരു കൊടും പാപമാണെന്ന് പറയുന്നു. ജീവൻ തന്ന ദൈവത്തിന് മാത്രമേ അതെടുക്കാനുള്ള അർഹതയുള്ളൂ എന്ന്. ജീവിതത്തിലെ എല്ലാ ദുഃഖത്തിനും ഒരു നല്ല വശമുണ്ട്. ജീവിതത്തിൽ ദുഃഖങ്ങളും കഠിനതകളും വരുമ്പോൾ നമ്മുടെ കൂടെ ആര് സപ്പോർട്ടിന് ചെയ്ത് നിൽക്കും, ആരുണ്ടാകില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കഴിഞ്ഞ ജനുവരിയിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മോൻ രാജുമോൻ എന്നോട് ചോദിച്ചു, അങ്കിൾ എങ്ങനെയാണ് ഈ പ്രതിസന്ധിയെ തരണം ചെയ്തതെന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് സംഭവിച്ചപ്പോൾ ദൈവത്തോട് ഞാൻ നന്ദി പറഞ്ഞു. കാരണം നമുക്ക് വച്ചിരിക്കുന്ന വലിയ ഒരു അപകടം ദൈവം ചെറുതാക്കി കാലിലേക്കാക്കി തന്നു. കാല് മുറിച്ചൊന്നും കളയേണ്ടി വന്നില്ലല്ലോ. കാലില്ലാതെ ക്രച്ചസും കൊണ്ട് ഒരു ജീവിതം മൊത്തം നടക്കേണ്ടിയും വന്നിട്ടില്ലല്ലോ. ഈ അപകടം നടന്നത് മുതൽ എൻ്റെ സെൽഫ് കോൺഫിഡൻസ് ഞാൻ 100-ൽ നിന്ന് 150% ആക്കി കൂട്ടി. ഞാൻ മാത്രമല്ല, എന്നെപ്പോലെ ഒത്തിരി ആൾക്കാർ ഇതുപോലെ വേദന അനുഭവിക്കുന്നുണ്ട്. ഈ സമയവും കടന്നു പോകും. 3 മാസത്തിന് ശേഷം ഞാൻ നിങ്ങളെപ്പോലെ നടക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. എല്ലാവർക്കും എന്നെക്കുറിച്ചൊരു കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആരോട് ഒരു സഹായവും ചോദിക്കുന്നില്ല എന്നാണ്. ഞാൻ 2001-ൽ ഒരു തീരുമാനമെടുത്തു, ഒരിക്കലും ഒരാളുടെയും അടുത്ത് പോയി കൈനീട്ടില്ല എന്ന്. പകരം ഞാൻ എൻ്റെ കഴിവിനെ ഉയർത്തി ആ കാര്യത്തിൽ എനിക്ക് എന്നെ തന്നെ അർഹനാക്കുമെന്ന്. ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾ സൂയിസൈഡ് ചെയ്താൽ ആ മകനെ മറ്റുള്ളവർ 6 മാസം കൊണ്ട് മറക്കും. മാതാപിതാക്കൾ ആ നഷ്ടത്തിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ വർഷങ്ങളെടുക്കും. ഒരാൾ സൂയിസൈഡ് ചെയ്യുന്നത് തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ നിന്ന് ഓടിപ്പോകാൻ വേണ്ടിയാണ്. മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് കരുതിയും കൂടി അവരങ്ങനെ ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പരാജയം സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു തെറ്റ് സംഭവിച്ചു, അതറിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നോർത്താണ് പലരും സൂയിസൈഡ് ചെയ്യുന്നത്.
ഈ ലോകത്ത് തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല. ആ തെറ്റ് സ്വന്തം തെറ്റായിട്ട് അംഗീകരിച്ച് അതിനെ തിരുത്തി മുന്നോട്ട് പോകുക. ഗാന്ധിജി പോലും ഒരിക്കൽ സ്വന്തം അച്ഛനോട് നുണ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കാലിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ക്ഷമ ചോദിച്ചു. തെറ്റുകൾ സമ്മതിക്കുക. ഒരിക്കൽ ഗാന്ധിജി ട്രെയിനിൽ കയറാൻ തുടങ്ങിയപ്പോൾ ഒരു കാലിലെ ചെരുപ്പ് നിലത്തേക്ക് വീണുപോയി. ഗാന്ധിജി അയ്യോ, ഞാൻ ആശിച്ചു മേടിച്ച ആ ചെരുപ്പ് പോയല്ലോ എന്ന് കരയുകയല്ല ചെയ്തത്. മറ്റേ കാലിലെ ആ ചെരുപ്പ് കൂടി നിലത്തേക്ക് ഇട്ടുകൊടുത്തു. കാരണം ഈ ചെരുപ്പ് മറ്റൊരാൾക്ക് കിട്ടുവാണെങ്കിൽ അത് ഉപയോഗിക്കണമെങ്കിൽ അതിന് പേര് കൂടി വേണം. ജീവിതം അങ്ങനെയാണ്. ജീവിതത്തിൽ നമുക്ക് നല്ല നിമിഷങ്ങൾ തരും, നല്ല എക്സ്പീരിയൻസ് തരും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോകുമ്പോൾ അവരെ ഓർത്ത് നഷ്ടത്തോടെ കരയരുത്. നിങ്ങൾ വിചാരിക്കണം അവരുടെ റോൾ നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുവെന്ന്. ജീവിതം അത് ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു ഗിഫ്റ്റാണ്. എനിക്ക് ആഗ്രഹിച്ചത് കിട്ടിയില്ല, ഇഷ്ടപ്പെട്ട പെണ്ണ് കിട്ടിയില്ല, ഞാൻ ആഗ്രഹിച്ചതുപോലെ നടന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കരഞ്ഞു തീർക്കരുത്. ഒരു പ്രോബ്ലം വരുമ്പോൾ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവെ, ഈ പ്രോബ്ലമിൽ നിന്ന് നമ്മളെ രക്ഷിക്കണമേ എന്ന്. ദൈവം നമുക്ക് ഹാർഡ് സിറ്റുവേഷൻ തരുന്നത് നമ്മളെ തളർത്താനല്ല, പകരം ദൈവം നമ്മളെ പരീക്ഷിക്കുന്നതാണ്. ആ പരീക്ഷണത്തിൽ നമ്മൾ ജയിക്കണം. ഏതോ ഒരാൾ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു, ഈ ലോകത്ത് വാചക കസർത്ത് കൊണ്ടല്ല ഈ ലോകം മാറിയിട്ടുള്ളത്, പകരം അവരുടെ പ്രവൃത്തി കൊണ്ടാണ് എന്ന്. ഈ ലോകത്ത് ജനിച്ച് കുറച്ച് ഫുഡും കഴിച്ച് കുറച്ച് വർത്തമാനവും പറഞ്ഞ് അപ്പീട്ട് തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. ആ ജീവിതം നമ്മൾ ആസ്വദിക്കണം, അനുമോദിക്കണം. പ്രശ്നങ്ങൾ വരുമ്പോൾ പരാജയം അംഗീകരിച്ച് അതിനെതിരെ വേണ്ടി പൊരുതണം. ദൈവം കൂടെയുണ്ട് എന്നുള്ള ഒരു കരുതൽ കൂടി നമ്മുടെ മനസ്സിൽ വെച്ചു കൊണ്ടുപോകണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ തോറ്റുപോയാലോ എന്ന്. ഏതൊരു വിജയത്തിനു മുമ്പും നമുക്കൊരു പരാജയമുണ്ട്. ആ പരാജയങ്ങൾ എല്ലാം സ്വന്തം പരാജയങ്ങളായി കാണാതെ ആ പരാജയങ്ങളെല്ലാം ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളാക്കി മാറ്റണം. ആ അനുഭവങ്ങൾ നമ്മൾക്ക് തരുന്നത് നമ്മൾ മുന്നേറാൻ വേണ്ടിയാണ്. എന്നിട്ട് നമ്മൾ രണ്ടും കൽപ്പിച്ച് പരിശ്രമിക്കണം. ജീവിതത്തിന്റെ സ്വാദ് അറിയണമെങ്കിൽ ആദ്യം നമ്മൾ പരാജയത്തിന്റെ കയ്പുനീരും കുടിക്കണം. ഞാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഒമാനി സ്റ്റുഡന്റ് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, സാറിന് എത്ര ഡിഗ്രി ഉണ്ട് എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് 2 ബാച്ചിലേഴ്സ് ഡിഗ്രി, 3 മാസ്റ്റേഴ്സ് ഡിഗ്രി, ഒരു ഡോക്ടറേറ്റ് ഡിഗ്രി എന്ന്. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, സാറേ, ഇത് ഇന്ത്യയിലെ ഏത് കടയിൽ നിന്നാണ് കിട്ടുന്നത്? ഏകദേശം ഒരു 1000 റിയാൽ പോട്ടെ, ഒരു 5000 റിയാൽ കൊടുത്താൽ ഇതൊക്കെ കിട്ടുമോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, if you earn it, you keep it, be proud of it. If you buy it, feel good about it, but fear of losing it in the future എന്ന്. ഒരു കഥ പറയാം. പലർക്കും അറിയില്ല, എനിക്ക് ആക്ച്വലി 2 MA ഉണ്ട്. ഒരു MA റെഗുലറായി ഞാൻ പഠിച്ചു, ഒരു MA ഞാൻ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ കൂടെയും പഠിച്ചു. രണ്ടും എനിക്ക് ഇംഗ്ലീഷിനാണല്ലോ ഉള്ളത്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ കൂടെ പഠിച്ച MAയിൽ ഒരു പേപ്പറുണ്ട്, ഷേക്സ്പിയർ എന്ന്. അതിൻ്റെ പരീക്ഷ 7 തവണ എഴുതിയിട്ടാണ് ഞാൻ പാസ്സായത്. കാരണം പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് 3 ദിവസം എടുത്താണ് ഞാൻ പഠിക്കുന്നത്. ഞാനിങ്ങനെ തോറ്റ് പഠിക്കുന്ന കണ്ടപ്പോൾ എൻ്റെ അച്ഛന് വിഷമം തോന്നിയിട്ട് എൻ്റെ അച്ഛൻ പറഞ്ഞു, ഇതെന്താ മോനെ, നീ ഒരു സബ്ജക്റ്റിൽ മാത്രം ഇങ്ങനെ തോറ്റ് പഠിക്കണേ, ഞാനും പഠിക്കാൻ പോവാ നിൻ്റെ ഒപ്പം, ഞാനും നോക്കട്ടെ എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ തോറ്റ് പഠിക്കണേ. അങ്ങനെ ഞാനും എൻ്റെ അച്ഛന് MAക്ക് രജിസ്ട്രേഷൻ ചെയ്ത് കൊടുത്തു. അങ്ങനെ അച്ഛനും പഠിച്ചു തുടങ്ങി. അത്ഭുതം എന്ത് പറയട്ടെ, ഒരൊറ്റ ടെക്സ്റ്റ് ബുക്ക് പോലും കാണാതെയാണ് എൻ്റെ അച്ഛൻ പരീക്ഷ എഴുതാൻ പോയത്. എല്ലാ സബ്ജക്റ്റും ഒറ്റയടിക്ക് ജയിക്കുകയും ചെയ്തു. ഇപ്പോഴും എന്നോട് ഭയങ്കര നന്ദിയാണ്. കാരണം റിട്ടയറായി വീട്ടിലിരിക്കേണ്ട സമയത്ത് ആ MA കിട്ടിയതിൻ്റെ പേരിലാണ് കോളേജിൽ പോയി പഠിപ്പിക്കാൻ ജോലി കിട്ടിയത്.
പരാജയം ജീവിതത്തിൻ്റെ ഭാഗമാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ പെർഫോം ചെയ്താൽ നമ്മുടെ പരാജയത്തിന് മുകളിൽ നമുക്ക് വിജയം ലഭിക്കും. ഞാൻ ഉണ്ടാക്കിയ ഒരു കോട്ടുണ്ട്: പരാജയങ്ങളൊന്നും പരാജയങ്ങളല്ല, ആ പരാജയങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ പരാജയങ്ങളായി അംഗീകരിക്കുന്നത് വരെ എന്ന്. അതുകൊണ്ട് പരാജയങ്ങളുടെ മുന്നിൽ പതരാതെ പൊരുതുക. ഞാനും ഒരു മനുഷ്യനല്ലേ, അപ്പോൾ ഞാനും ജീവിതത്തിൽ പലതവണ തോറ്റുപോയിട്ടുണ്ട്. സൂയിസൈഡൊക്കെ ചെയ്താലോ എന്ന് ഞാനും ചിന്തിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ഓടി മരിച്ച് മുകളിലോട്ട് ചെന്നിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലല്ലോ എന്ന്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് സൂയിസൈഡ് ചെയ്ത സിൽക്ക് സ്മിതയ്ക്കും മുകളിൽ ചെന്നപ്പോൾ അവാർഡൊന്നും കിട്ടിയതായിട്ട് ഞാൻ കേട്ടിട്ടില്ല എന്ന്. 2001 B.Ed അഡ്മിഷൻ കിട്ടാതെ ഞാൻ ഒരു വർഷം വീട്ടിലിരുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു, എന്താണ് എൻ്റെ ജീവിത ലക്ഷ്യമെന്ന്. ഞാനും നിങ്ങളെപ്പോലെ ഒരേ ദിവസവും തള്ളി നീക്കി, കുറച്ച് തിന്നുക, കുറച്ചുറങ്ങുക, പിന്നെ അത് തന്നെ. നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങളുടെ സ്വപ്നങ്ങൾ തകർന്നു പോയപ്പോൾ എന്ന് കരുതി സൂയിസൈഡ് ചെയ്യാൻ പോകുകയാണ് എന്ന് ചിന്തിച്ചാൽ ഒരു നിമിഷം നിങ്ങളുടെ മാതാപിതാക്കളെ ഓർക്കുക. ഏതൊക്കെയോ നിമിഷങ്ങൾ അവർക്കും വേണമെങ്കിൽ സൂയിസൈഡ് ചെയ്യാമായിരുന്നു. പക്ഷേ നിങ്ങളുടെ ചിരിയും കരച്ചിലും വളർച്ചയും കാണാൻ വേണ്ടി അവർ അവരുടെ സിറ്റുവേഷനിൽ നിന്ന് പോരാടി. അവർ നിങ്ങളെയും ഇത്രയും വലിയതാക്കി. നിങ്ങളുടെ ഡ്രീംസ് തകർന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേരൻസിനോട് ചോദിക്കുക, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ആരാക്കായി കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന്. എന്നിട്ട് നിങ്ങളുടെ പേരൻസിൻ്റെ ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി പൊരുതുക. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ചെറുപ്പത്തിൽ ഒരു ഡിഗ്രിയൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫാദറിൻ്റെ ഡയറിയിൽ നോക്കുമായിരുന്നു. ആ ഡയറിയിൽ ഞാൻ എപ്പോഴും ഒമാനിലെ സ്കൂളിലേക്കുള്ള അഡ്വർടൈസ്മെൻറ്റ് കാണുമായിരുന്നു, ഇംഗ്ലീഷ് ടീച്ചേഴ്സിന് വേണ്ടിയുള്ള അഡ്വർടൈസ്മെൻറ്റ്. അപ്പോൾ എൻ്റെ ഡ്രീംസ് തകർന്നു പോയപ്പോൾ, എൻ്റെ റിലേഷൻഷിപ്പുകൾ തകർന്നു പോയപ്പോൾ ഞാൻ ഒരു ഉറച്ച തീരുമാനങ്ങൾ എടുത്തു. ആ തീരുമാനമാണ് ഇപ്പോൾ എന്നെ ഇവിടെ നിൽക്കാൻ യോഗ്യനാക്കിയത്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സൂപ്പർബായ ഒരു പെൺകുട്ടിയായിരുന്നു എൻ്റെ ഗേൾഫ്രണ്ട്. എന്നെക്കുറിച്ച് എൻ്റെ ഫാദറിനോട് മോശം അഭിപ്രായം പറഞ്ഞ അതേ സാറിനെ കൊണ്ട് എന്നെക്കുറിച്ച് നല്ല അഭിപ്രായം പറയിച്ചവളാണ് അവൾ. അവൾ ഒരിക്കലും ഒരാളുടെ മുന്നിൽ തല കുനിക്കരുത് എന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ടാണ് അവളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ നിർത്തിയത്. എൻ്റെ ഓർമ്മകളിലും എല്ലാ പേപ്പറും ഞാൻ കത്തിച്ചു കളഞ്ഞത്. അല്ലാതെ അവൾ എന്നെ തേച്ചിട്ട് പോയിട്ടല്ല. നമ്മളിൽ എല്ലാവർക്കും ഉണ്ട് സൂയിസൈഡ് ഫീലിംഗ്. അതുണ്ടാകുന്നത് തന്നെ ഡിപ്രഷൻ മൂലമാണ്. ഈ ഡിപ്രഷൻ ഉണ്ടാകുന്നത് തന്നെ നമ്മുടെ ഭയത്തിൽ നിന്നുമാണ്. എനിക്കും നിങ്ങളെപ്പോലെ ഒത്തിരി പേടികൾ ഉണ്ടായിരുന്നു. പെണ്ണുങ്ങളോട് സംസാരിക്കാൻ പേടി, സ്റ്റേജിൽ കയറാൻ പേടി, ഇൻ്റർവ്യൂവിന് പേടി, അങ്ങനെ ഒത്തിരി പേടി. ഞാൻ ഒരിക്കൽ ഒരു ബാങ്കിൽ ചെന്നപ്പോൾ ഒരു അക്കൗണ്ടൻ്റ് ഉണ്ടായിരുന്നു അവിടെ. ആ അക്കൗണ്ടൻ്റ് എന്നോട് ചോദിച്ചു, എവീസ് എന്തെടുക്കുകയാണ്? അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇപ്പോൾ ഞാൻ ചുമ്മിയിരിക്കുകയാണോ? അപ്പോൾ ആ അക്കൗണ്ടൻ്റ് എന്നോട് പറഞ്ഞു, ഒരാൾ ചുമ്മിയിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിന് ഒത്തിരി അർത്ഥമുണ്ട് എന്ന്. ഒരു പുലി പേടിച്ചതുകൊണ്ടല്ല അത് പുറകോട്ട് നടക്കുന്നത്, അത് കുതിച്ചു ചാടാൻ വേണ്ടിയുള്ള സ്റ്റെപ്പ് എടുക്കുകയാണ്. അതുകൊണ്ട് എവീസ് ഇപ്പോൾ ചുമ്മിയിരിക്കുകയല്ല, യുദ്ധത്തിന് ആയുധങ്ങൾ സംഘടിപ്പിക്കുന്ന പോലെ എവീസ് അവൻ്റെ ക്വാളിറ്റി കൂട്ടുകയാണ് എന്ന്. പേടിച്ചിരുന്നാൽ നിങ്ങളെ പേടിപ്പിക്കാൻ ഈ ലോകത്ത് ഒത്തിരി പേരുണ്ടാവും. കാരണം ഞെങ്ങുന്ന സാധനത്തിൽ മാത്രമേ ആൾക്കാർ പിടിച്ച് ഞെക്കാറുള്ളൂ. അതുപോലെയാണ് പേടിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ പുറകോട്ട് പോയാൽ അത് നമ്മളെ എപ്പോഴും പേടിപ്പിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഫിയർ ഹാസ് 4 letters, so has face എന്ന്. അതുകൊണ്ട് നിങ്ങളെ പേടിപ്പെടുത്തുന്ന ഏത് കാര്യവും നിങ്ങൾ ഫേസ് ചെയ്യുക. എൻ്റെ ഏറ്റവും വലിയ പേടിയായിരുന്നു ഇൻ്റർവ്യൂ. അതിനുവേണ്ടി ഞാൻ ചെയ്തത്, എല്ലാ വീട്ടിലിരിക്കുന്ന സമയത്ത് വീക്കെൻഡുകളിലും ഒക്കെ
ഞാൻ എറണാകുളത്ത് പോകും. അവിടെ പോയി ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കും. സെലക്ട് ആവുമോ അതൊന്നും ഞാൻ നോക്കാറില്ല. കാരണം എനിക്ക് എൻ്റെ പേടി മാറ്റണം എന്നുള്ള ലക്ഷ്യമാണ് ഉണ്ടായിരുന്നത്. ഒരിക്കൽ ഞാൻ ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന സമയത്ത് ആ ഇൻ്റർവ്യൂവിൻ്റെ കയ്യിൽ നിന്ന് പേന നിലത്തിയാടി. സാധാരണ എല്ലാവരും അപ്പം തന്നെ കുനിഞ്ഞ് ആ പേന എടുത്തു കൊടുക്കും. പക്ഷേ ഞാൻ ആ പേന എടുത്തു കൊടുക്കാൻ നിന്നില്ല. കാരണം ഞാൻ അയാളുടെ പേന എടുത്തു കൊടുക്കാനല്ല അവിടെ പോയത്. ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. എനിക്കും നിങ്ങളോട് അത് തന്നെയാണ് പറയാനുള്ളത്. തളരരുത് രാമൻകുട്ടി, തളരരുത്. നമ്മൾ ജീവിതത്തിൽ സീരിയസ് ആവുമ്പോൾ നമ്മൾ ഒത്തിരി പേരെ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ബസ്സിന് 50 സീറ്റും ലംബോർഗിനിക്ക് 2 സീറ്റും ഉള്ളത്. 2001 നിങ്ങളെപ്പോലെ പഠിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ ആഗ്രഹവും തകർന്നു പോയപ്പോൾ ഞാനും വിചാരിച്ചു എല്ലാം തീർന്നു, ഇനി സൂയിസൈഡ് ചെയ്തേക്കാമെന്ന്. പിന്നെ ഞാൻ ചിന്തിച്ചു, സൂയിസൈഡ് ചെന്നിട്ട് മുകളിൽ ചെന്നാൽ ഗോൾഡൻ കപ്പൊന്നും അവിടെ എടുത്തു വച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് പൊരുതുക അല്ലെങ്കിൽ ജീവിക്കുക എന്ന്. എനിക്ക് 2001 ബി.എഡിന് അഡ്മിഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇരുന്ന സമയത്താണ് ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്. അവസാനം ഞാൻ കണ്ടുപിടിച്ചു, തെറ്റ് എന്നിൽ തന്നെയാണ്. ഞാൻ എൻ്റെ കഴിവിനെ വിശ്വസിച്ചില്ല. എന്നിൽ നിന്ന് 100% എഫോർട്ടും ഞാൻ എടുത്തില്ല. എല്ലാവരെ പോലെയും എനിക്കും പേടി കാരണം ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന്. ഞാൻ 5 മാസം വലിയ ആൾക്കാരോടൊന്നും മിണ്ടാതെ ഇരുന്നിട്ട് ഒരു തീരുമാനമെടുത്തു. ഇനി ഒരിക്കലും ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യില്ല. അതിന് പകരം എൻ്റെ കഴിവുകളെ ഞാൻ വികസിപ്പിച്ച് എല്ലാ പേടികളെയും ഞാൻ ഇല്ലാതാക്കും എന്ന്. എന്നിട്ട് ഞാൻ ജീവിക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ആദ്യമായി പുറത്താക്കിയത് വേറെ ആരെയുമല്ല, ടീച്ചേഴ്സിനെ തന്നെയാണ്. എന്നിട്ട് ഞാനൊരു പുതിയ ടീച്ചറിനെ സെലക്ട് ചെയ്തു. ആ ടീച്ചറിൻ്റെ പേരാണ് ഗൂഗിൾ. എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ ഗൂഗിളിനോട് ചോദിക്കും. ഗൂഗിൾ എനിക്ക് എല്ലാത്തിനുള്ള ഉത്തരവും തരും. എൻ്റെ പേടികൾ ഞാൻ ഒരു പേപ്പറിൽ എഴുതി, എന്തൊക്കെയാണ് എൻ്റെ പേടികൾ എന്ന്. ആദ്യം തന്നെയുള്ള പേടി പെണ്ണുങ്ങളോട് മിണ്ടാനുള്ള പേടിയായിരുന്നു. സ്റ്റേജിൽ കയറി നിൽക്കാനുള്ള പേടികളായിരുന്നു. ആ പേടികളെ നമ്മൾ മാറ്റണമെങ്കിൽ നമ്മൾ ആദ്യം ഫേസ് ചെയ്യണം. ബി.എഡിന് ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ സംസാരിച്ചു തുടങ്ങി. അതും കാണുന്ന എല്ലാ പെണ്ണുങ്ങളോടും ഞാൻ സംസാരിച്ചു തുടങ്ങി. ഏത് ഇവൻ്റ് ഉണ്ടെങ്കിൽ പോലും, ഒത്തിയില്ലെങ്കിലും കഴിവില്ലെങ്കിൽ പോലും ഞാൻ പേര് കൊടുക്കും. എന്നിട്ട് ഞാൻ സ്റ്റേജിൽ കയറും. അപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയ ഒത്തിരി ഗേൾസ് എന്നോട് വന്ന് ചോദിച്ചു, ഗേൾസൊക്കെ നിന്നെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത്, എന്തിനാണ് ഒട്ടും കഴിവില്ലാത്ത നീ സ്റ്റേജിൽ കയറി നാണം കെട്ട് മറ്റുള്ളവരെ പരിഹാസത്തിന് പാത്രമാവുന്നു എന്ന്. ഞാൻ പറഞ്ഞു, ഈ കാണുന്ന എല്ലാവരും ഈ കോഴ്സ് കഴിഞ്ഞ് പുറത്തു പോകും. ഞാൻ എൻ്റെ നാളേക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ചെയ്യുവാണ്. എന്നിൽ ഉറങ്ങിക്കിടക്കുന്ന ആ കഴിവുകളെ ഞാൻ ഉണർത്തുകയാണ്. 10 വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ നിങ്ങളുടെ ബി.എഡ് കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചിരിച്ച നിമിഷങ്ങൾ ഓർമ്മ വരുമ്പോൾ നിങ്ങൾ എന്നെയും ഓർക്കും. കാരണം ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ, ബട്ട് ലാസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ലാസ്റ്റിംഗ് ഇംപ്രഷൻ എന്ന്. ഒരു IAS-കാരനോട് നമ്മൾ ഒരിക്കലും ചോദിക്കുന്നില്ല, നീ എത്ര പ്രാവശ്യം തോറ്റിട്ടാണ് നിനക്ക് IAS കിട്ടിയതെന്ന്. അതുപോലെ നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ പേടിയെ നമ്മൾ ഫേസ് ചെയ്യുക. ഞാൻ MA-ക്ക് റെഗുലറായി പഠിക്കുമ്പോൾ ഒരു സബ്ജക്റ്റിന് തോൽക്കാൻ വേണ്ടി റെഡ്, ബ്ലൂ, ഗ്രീൻ, ബ്ലാക്ക് എല്ലാ കളർ പേനയും കൊണ്ട് ഒരു യൂണിവേഴ്സിറ്റി എക്സാം എഴുതിയിട്ടുണ്ട്. റിസൾട്ട് വന്നപ്പോൾ ഞാൻ ജയിച്ചു വിത്ത് 60%. കാരണം ആൻസർ എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കൊടുക്കണം, അത് ഏത് കളർ പേനയും കൊണ്ട് ആണെങ്കിൽ പോലും. ഏത് കാര്യവും ആരുടെ മുന്നിലും പറയാൻ പേടിക്കരുത്. ഞാൻ MA-ക്ക് പഠിക്കുമ്പോൾ എൻ്റെ കൂടെ ഞാൻ പഠിച്ച ബി.എഡ് കോളേജിൽ പഠിക്കുന്ന ഗേൾസ് വന്നിട്ട് എന്നോട് പറഞ്ഞു, എന്താണ് നീ അവിടെ ബി.എഡിന് കാണിച്ചു കൂട്ടിയത്, ഞങ്ങളുടെ ടീച്ചേഴ്സിന് നിന്നെക്കുറിച്ച് പറയാൻ മാത്രമേ സമയമുള്ളൂ എന്ന്.
ആ ടീച്ചറിൻ്റെ ഫേവറേറ്റ് സ്റ്റുഡൻ്റ് ആണല്ലോ നീ എന്ന് ഞാൻ ഓർക്കുന്നു. എൻ്റെ ഫാദറിന് ഒരു ദുശീലമുണ്ട്. എല്ലാ വർഷവും ഞങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ വന്ന് ഞങ്ങളെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് എടുക്കുക. അപ്പോൾ എൻ്റെ ഫാദർ ഞാൻ BEd പഠിക്കുന്ന കോളേജിൽ വന്നു. ടീച്ചേഴ്സ് എൻ്റെ ഫാദറാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എന്നെക്കുറിച്ചുള്ള നല്ല നല്ല കാര്യങ്ങളും കുറ്റങ്ങളും ഒക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ അന്ന് വീട്ടിൽ വിറച്ച് ചെന്നപ്പോൾ എൻ്റെ ഫാദർ എന്നോട് പറഞ്ഞു, നിന്നെക്കുറിച്ച് കോളേജിൽ നല്ല അഭിപ്രായമാണല്ലോ ടീച്ചേഴ്സിന് എന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ഫാദറിനോട് പറഞ്ഞു, ഫാദർ, എനിക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, പക്ഷേ എന്നെ പഠിപ്പിക്കാനുള്ള സ്റ്റാൻഡേർഡ് ആ കോളേജിനില്ല എന്ന്. എന്നിട്ട് ലാസ്റ്റ് ദിവസം ഞാൻ സ്റ്റേജിൽ കയറി നിന്ന് ഞാൻ കോളേജിലെ ടീച്ചേഴ്സിനെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞു. എൻ്റെ ഫാദർ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ ടീച്ചേഴ്സ് എന്നെക്കുറിച്ച് പറഞ്ഞു. വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ഫാദർ എന്നോട് ഒരേ ഒരു കാര്യം മാത്രമേ ചോദിച്ചോളൂ. ഞാൻ ടീച്ചറിൻ്റെ പെർമിഷൻ ചോദിച്ചിട്ട് ആ കാര്യം ധൈര്യമായി പേടിക്കാതെ പറഞ്ഞു. ഫാദർ എൻ്റെ വീട്ടിലെത്തിയപ്പോൾ എന്നോട് ചോദിച്ചു, നീ എത്ര ലക്കിയാടാ, നിന്റെ ടീച്ചർ എത്ര സുന്ദരിയാടാ എന്ന്. അത് കേട്ട ടീച്ചർ കസേരയിൽ നിന്ന് പൊങ്ങിപ്പോയി. അന്ന് തൊട്ട് ഞാൻ ആ ടീച്ചറിൻ്റെ ഫേവറേറ്റ് സ്റ്റുഡൻറ്റുമായി. ഞാൻ MPhil പഠിക്കുന്ന സമയത്ത് എൻ്റെ പ്രൊഫസർ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിനക്ക് മറ്റ് ടീച്ചേഴ്സിനോട് ഒരു ബഹുമാനക്കുറവ് ഞാൻ കാണുന്നുണ്ട് എന്ന്. കാരണം തമിഴ്നാട്ടിൽ നമ്മൾ സാറുമാരെ കാണുമ്പോൾ വണക്കം വണക്കം ഇങ്ങനെ കാണിക്കണം. പക്ഷേ എന്ത് പറയാനാ, AV സാറിന് അത് വരില്ല, അങ്ങനെ കുനിയില്ല. സാറുമാരെ കാണുമ്പോൾ അങ്ങ് നടന്നു പോകും. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, റെസ്പെക്റ്റ് ഈസ് ഏൺഡ് ഫ്രം ലവ്, നോട്ട് ബൈ ഫിയർ. ബഹുമാനം അത് പേടിപ്പിച്ചുകൊണ്ടല്ല മേടിക്കേണ്ടത്, അത് സ്നേഹത്തിലൂടെയാണ് മേടിക്കേണ്ടതെന്ന്. ഒരിക്കൽ MPhil പഠിക്കുമ്പോൾ ഒരു കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആ യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ അടച്ചുപൂട്ടാൻ HODയോട് പറയാൻ, ഒരു കുട്ടിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ആ യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ അടച്ചുപൂട്ടുന്നു. ഇത് പോയിട്ട് HODയോട് പറയാൻ വേണ്ടി ആർക്കും ധൈര്യമില്ല. അപ്പോൾ ഞാൻ ചെന്ന് HODയോട് പറഞ്ഞു, ഇവിടെ ഹോസ്റ്റൽ അടച്ചുപൂട്ടുന്നു, അതുകൊണ്ട് എന്താണ് ഡിസിഷൻ എടുക്കേണ്ടതെന്ന്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, നീ ഹോസ്റ്റലിൽ പഠിക്കുന്നുണ്ടോ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മറ്റുള്ളവർക്ക് പേടിയായതുകൊണ്ട് ഞാൻ വന്ന് ചോദിച്ചത് എന്നാണ്. നമ്മൾ ഒരിക്കലും ഒരാളെയും പേടിക്കരുത്. നമുക്ക് പറയാനുള്ള കാര്യം മുഖത്ത് നോക്കി നമ്മൾ പറയാൻ പഠിക്കണം. എൻ്റെ MPhil ഓറൽ എക്സാമിൻ്റെ ദിവസം എല്ലാ പ്രൊഫസേഴ്സും കൂടി എന്നെ ആക്രമിച്ചു. കാരണം ബഹുമാനക്കുറവുള്ളതുകൊണ്ട് ആ ആക്രമണം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. എൻ്റെ എക്സാം കഴിഞ്ഞ് എൻ്റെ പ്രൊഫസർ എന്നെ അന്വേഷിച്ചു. അദ്ദേഹം വിചാരിച്ചു ഞാൻ സങ്കടത്തോടുകൂടി എവിടെയെങ്കിലും കയറിയിരിക്കുകയായിരിക്കുമെന്ന്. അദ്ദേഹം ഫോൺ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ യൂണിവേഴ്സിറ്റി ഓഫീസിൽ എൻ്റെ MPhil കോഴ്സ് കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു സെൻറ്റൻസ് ഞാൻ ഓർമ്മയിലെടുക്കുന്നു, ഗോ എഹെഡ് വിത്ത് യുവർ പ്ലാൻ, ഗോ ആൻഡ് ഗെറ്റ് യുവർ ഡ്രീം PhD എന്ന്. അദ്ദേഹത്തിന് മനസ്സിലായി, ഇതുപോലത്തെ ചെറിയ ചെറിയ വേദനകൾ കൊണ്ടൊന്നും AVസിനെ തോൽപ്പിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് എനിക്കും നിങ്ങളോട് ഇതാണ് പറയാനുള്ളത്, ഡോണ്ട് ലൂസ് ഫോക്കസ്. നിങ്ങൾ ഓർക്കും, AV സാറ് എന്ത് നല്ലവനാണ്, എന്ത് ശാന്തനാണ്, എന്ത് സുമുഖനാണ്, എന്ത് തങ്കപ്പെട്ട സ്വഭാവമാണ് എന്നൊക്കെ. ഞാൻ അത്ര നല്ലവനൊന്നുമല്ല. എൻ്റെ കമൻ്റടി ഭയം കൊണ്ട് എൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് പോയിട്ട്, നിൻ്റെ ചേട്ടനോട് കമൻ്റ് അടിക്കരുത് എന്ന് പറഞ്ഞ ടീച്ചർ എൻ്റെ കോളേജിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഈയിടെയായിട്ട് ചെറുതായിട്ടൊന്ന് നന്നായതേ ഉള്ളൂ. ഈ തല്ലുള്ളി എന്ന് പറഞ്ഞ സ്ഥാനത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കണ്ടോളൂ. കാരണം ഞാൻ അവസാനമായിട്ട് ഒരു പള്ളിപ്പെരുന്നാൾ കൂടിയത് എൻ്റെ 10ാം ക്ലാസ്സിൻ്റെ ഓർമ്മയിൽ വെച്ചിട്ടാണ്. 10ാം ക്ലാസ്സിൽ വെച്ചാണ്.
അന്ന് നാടകത്തിന് പകരം ഒരു ഗാനമേളയായിരുന്നു. ഗാനമേളയുടെ ആദ്യത്തെ പാട്ട് തുടങ്ങിയപ്പോൾ തന്നെ എനിക്കറിയാവുന്ന കലയായ കൂവൽ തുടങ്ങി. ആ കൂവലിന്റെ ശക്തി കൊണ്ടാണെന്നോ എനിക്കറിയില്ല, ആ ആദ്യത്തെ പാട്ട് കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ വിളിച്ചു പറഞ്ഞു, നിങ്ങളുടെ കൂവൽ കാരണം എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഈ ഗാനമേള ഇഷ്ടപ്പെട്ടില്ല എന്ന്. അതോടുകൂടി ഗാനമേള അവസാനിപ്പിക്കുന്നു എന്ന്. പണ്ട് ഇവിടെ ജോലി കിട്ടി ചുമ്മിരിക്കുന്ന സമയത്ത് ഓർക്കൂട്ടിൽ കയറിയിട്ട് എല്ലാവരുടെ കസിൻസിൻ്റെ ഒക്കെ ഓർക്കൂട്ടിൽ കയറിയിട്ട് അതിനകത്തുള്ള ഗേൾസിൻ്റെ എഴുതിനകത്തേക്ക് എന്നോട് ഇഷ്ടം കൂടാമോ എന്നുള്ള മെസ്സേജ് അടിക്കലായിരുന്നു എൻ്റെ പണി. അവസാനം ഇൻ്റർനാഷണൽ കോൾ വന്നു, നാട്ടിലേക്ക് ഇറങ്ങുന്ന നിമിഷം എൻ്റെ കാല് ഞാൻ വെട്ടുമെന്ന്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇഷ്ടമാണോ വലുത് കാലാണോ വലുത്? കാല് തന്നെയാണ് വലുത്. അപ്പോൾ തന്നെ ഈ പണി നിർത്തിയേക്കാമെന്ന്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു പ്രോബ്ലം വരുമ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ഫിയർ ചെയ്യാതെ അതിനെ നമ്മൾ ഫേസ് ചെയ്യാൻ പഠിക്കുക. പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി, ഇതിലേതെങ്കിലും ഒരെണ്ണം നടക്കും. അതുകൊണ്ട് തോറ്റുപോയാൽ നിങ്ങൾ നിങ്ങൾ തോറ്റുപോയാൽ നിങ്ങൾ ആദ്യത്തെ ആളൊന്നുമല്ല. തോറ്റുപോയാൽ ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് പരിശ്രമിക്കുക. നമ്മുടെ ഏറ്റവും വലിയ പേടികൾ നമ്മൾ തോറ്റുപോയാൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് കരുതും എന്നുള്ളത് ഓർത്താണ്. നമ്മുടെ ഇഷ്ടമുള്ളവർ നമ്മുടെ കൂടെ നിൽക്കും, ഇല്ലാത്തവർ നമ്മൾ വിട്ടേച്ച് മാറിപ്പോകും. പരീക്ഷകൾ എപ്പോഴും ഉണ്ടാവും. പരീക്ഷകൾ നമ്മൾ എഴുതി ജയിക്കണം. എംഫിൽ പഠിക്കാൻ വേണ്ടി ഞാൻ തമിഴ്നാട്ടിലേക്ക് പോകുന്നു എന്ന് എൻ്റെ അങ്കിളിനോട് ഞാൻ പറഞ്ഞപ്പോൾ അങ്കിൾ ചോദിച്ചു, നിനക്കറിയില്ലാത്ത സ്ഥലം, നീ എന്ത് വിശ്വാസത്തിലാണ് അവിടെ പോയി പഠിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, അവിടെ ചെല്ലുമ്പോൾ ഒരു പരീക്ഷ ഉണ്ടാവും, ആ പരീക്ഷ ഞാൻ എഴുതി ജയിക്കും, അതാണ് എൻ്റെ വിശ്വാസമെന്ന്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ദൈവം എവിടെയാണ്? ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരു കൊന്തയെടുത്താണ് യാത്ര ചെയ്യുന്നത്. ആ സമയത്തൊക്കെ ഞാനിരുന്ന് കൊന്ത ചെല്ലും. ആ കൊന്ത ചെല്ലുമ്പോൾ ദൈവം മാതാവ് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടുകൊടുക്കും. നമുക്ക് ആവശ്യമുള്ളവരെ നമുക്ക് ജീവിതത്തിൽ തരും. നിങ്ങൾക്ക് ഏത് നിമിഷം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു കൊന്ത എടുക്കുക, ആ കൊന്ത എടുത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് മാതാവ് നിങ്ങൾക്ക് ആവശ്യമുള്ളവരെ ആവശ്യ സമയത്ത് നിങ്ങൾക്ക് തരും. നിങ്ങൾ നന്നായിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു ഉൾവിളി ഉണ്ടാകും. അത് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നതാണ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, സമൂഹം എന്ത് വിചാരിക്കും എന്നോർത്ത് ആ വിളിയെ തിരസ്കരിക്കരുത്. ആ വിളി നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. എന്നിട്ട് ആ വിളി അല്ലെങ്കിൽ ആ സ്വരത്തെ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. നിങ്ങൾ മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജീവിക്കുന്നത് ഒരു തേർഡ് വേൾഡ് കൺട്രിയിലാണ്. ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതർ ഉള്ള ഒരു രാജ്യമാണ്. നിങ്ങളുടെ മക്കള് വളർന്നു വരുമ്പോൾ നിങ്ങളുടെ സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സമ്മർദ്ദങ്ങളാണ് അവരുടെ മേൽ ഉള്ളത്. അതുകൊണ്ട് അവർക്ക് മുൻകൂട്ടി ജീവിതം എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. ഞാൻ 12th പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹോളിഡേയ്സ് വന്നു കഴിഞ്ഞാൽ എൻ്റെ കസിൻസിൻ്റെ കൂടെ ഞാൻ ലൈബ്രറി പോകുമായിരുന്നു. ആ ലൈബ്രറി പോയി ഞാൻ വായനാശീലം വളർത്തിയെടുത്തു. ആ രണ്ടുപേരും, എൻ്റെ കൂടെ പഠിച്ചിരുന്ന രണ്ടുപേരും അവരിപ്പോൾ ഡോക്ടേഴ്സാണ്. വായനാശീലം അത് വളർത്തിയെടുക്കുക. ഞാനും എം എ പഠിച്ചു കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ ഫാദറിനോട് ചോദിച്ചു, എൻ്റെ ക്ലാസ്മേറ്റ്സ് എല്ലാവരും സ്കൂളിലേക്ക് ജോയിൻ ചെയ്യാൻ പോവുകയാണ്, ഞാൻ ഇനി എന്താണ് പഠിക്കേണ്ടതെന്ന്, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു, യു ആർ നോട്ട് മെന്റ് ഫോർ സ്കൂൾ, ഗോ ടു കോളേജ് എന്ന്. അന്നത്തെ കാലത്ത് കോളേജിലൊക്കെ പോയി പഠിപ്പിക്കണമെങ്കിൽ നല്ല തൊലിക്കെട്ടി വേണം. പക്ഷേ ആ തൊലിക്കെട്ടി ഞാൻ പണ്ടേ ഉണ്ടാക്കിയെടുത്തു. നാണം കെട്ടാണെങ്കിൽ പോലും ആ തൊലിക്കെട്ടി ഞാൻ ഉണ്ടാക്കിയെടുത്തു. ഞാൻ എംഫിൽ പഠിക്കാൻ പോകണമെന്ന് എൻ്റെ വീട്ടിൽ
ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ ആരും എന്നോട് പറഞ്ഞില്ല, എവിസെ നീ തോറ്റവനാണ്, നിനക്ക് ഇംഗ്ലീഷ് അറിയില്ല, അതുകൊണ്ട് നിങ്ങളും അതുപോലെ നിങ്ങൾ മാതാപിതാക്കളും നിങ്ങളുടെ മക്കളോട് വാക്കുകൾ കൊണ്ട് തളർത്തരുത്, നിങ്ങൾക്ക് പറ്റും, നിങ്ങൾ കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് അവരെ അനുമോദിക്കണം, ഇൻസ്പിറേഷൻ കൊടുക്കുകയും ചെയ്യണം. എനിക്ക് മക്കളോട് പറയാൻ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്നതാണ് ലൈഫ്. അത് എനിക്ക് അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വെറുതെ കളയരുത്. ലൈഫിലെ കൗണ്ട് ചെയ്യുന്നത് എത്ര നാൾ നിനക്ക് ബാക്കിയുണ്ട് എന്ന് ഓർത്തിട്ടല്ല ജീവിക്കേണ്ടത്. നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ദിനങ്ങൾ നിങ്ങൾ എത്ര ദിവസം ശരിക്കും സന്തോഷിച്ച് ആഘോഷിച്ച് ജീവിക്കും എന്നോർത്തിട്ട് വേണം. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സൂയിസൈഡ് ഒരുതരം ഒളിച്ചോടലാണ്. നമ്മുടെ കടമകളിൽ നിന്നും പരാജയ ഭീതിയിൽ നിന്നും നമ്മുടെ കുറവുകളിൽ നിന്നും ഉള്ള ഒളിച്ചോടൽ. ആ ഒളിച്ചോടിയിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. അതുകൊണ്ട് ഒളിച്ചോടാതെ ഫേസ് ചെയ്യുക, പൊരുതുക, നമ്മുടെ ഉള്ളിലെ കഴിവുകളെ തിരിച്ചറിയുക. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിജയത്തിലേക്ക് മാറുക. നമ്മൾ അങ്ങനെ സന്തോഷിച്ച് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും സമയത്ത് ദൈവം നമ്മളെ വിളിക്കും. അപ്പോൾ എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ ആ കരങ്ങളിലേക്ക് നമ്മൾ യാത്രയാകുകയും ചെയ്യണം. ഈശോ നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.